അല്പം സുഖപ്പെട്ടപ്പോ ചന്ദ്രബോസിനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകണമെന്ന്. ഇപ്പൊ തിരിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ, നമ്മളോട് കൂറുള്ള പോലീസുകാര് അവിടെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ ദേവി, ദാ ചായ. ഇപ്പൊ വേണ്ട ശാന്തേച്ചി, ഞാൻ പിന്നെ കുടിച്ചോളാം. അമ്മയെ പോലെ തന്നെ ഞാനും ഈ ഓട്ടത്തിനിടയ്ക്ക് ഒരല്പം വെള്ളം പോലും കുടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കാൻ വെക്കാം. ചൂടുവെള്ളത്തിൽ കുളിച്ചാ മോളുടെ ഈ ക്ഷീണം ഒക്കെ മാറും. ഓരോ പ്രശ്നങ്ങൾ തീരുമ്പോ വീണ്ടും അടുത്തത്. വിഷ്ണുവിനിപ്പോ മോശ സമയം. ഒന്ന് നോക്കിച്ചിട്ട് പരിഹാരം എന്താന്ന് വെച്ചാൽ അത് ചെയ്യണം. കഷ്ടകാല സമയത്താ കാരാഗ്രഹവാസവും ഇങ്ങനെയുള്ള ആശുപത്രി കേസും ഒക്കെ വരുന്നത്. ഭഗവാൻ കൃഷ്ണൻ പോലും കാരാഗ്രഹവാസം അനുഭവിച്ചില്ലേ അമ്മേ? അത് മാറും. സത്യം തെളിഞ്ഞ് തിരിച്ചു വരും. ചെയ്തവർക്കും ചെയ്യിച്ചവർക്കും തക്കതായ ശിക്ഷ കൊടുക്കണ്ടേ? അതിന് തിരിച്ചു വന്നേ ഒക്കൂ. കൊണ്ടുവരും ഞാൻ. ഊട്ടി ഉറപ്പിച്ച് മെരുക്കിയെടുത്ത് ചെയ്തവർക്കെതിരെ ആഞ്ഞടിക്കാൻ കൊണ്ടുവരും ഞാൻ. നീ എന്താ മോളെ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ട് പറയുന്ന പോലെ? ഈ ചതിക്ക് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഈശ്വര, പിന്നെ നീ എന്നെ ഭയപ്പെടുത്തുവാണോ? ഇത്രയും തകർന്ന അവസ്ഥയില് അവനെ ദ്രോഹിക്കാൻ പോലും ഒരുമിട്ടിറങ്ങിയവര് മനുഷ്യരാണോടി? മനുഷ്യര് തന്നെ. നല്ല ഒന്നാം തരം സ്യൂട്ടും കൂട്ടുവിട്ട മേലാളന്മാർ തന്നെ. പക്ഷെ അവർക്കെതിരെ ശബ്ദമുയർത്താൻ നമ്മുടെ കയ്യിലപ്പോൾ തെളിവുകളില്ലാതെ പോയി. അല്ലെങ്കിൽ തെളിവുകളെല്ലാം അമ്മയ്ക്കും എനിക്ക് നേരെ അവർ തിരിച്ചുവിട്ടു. ഭക്ഷണത്തിൽ വന്ന വിഷമൊക്കെ കാർത്തികയെ കാണാതായതിന്റെ തുടർച്ച മാത്രമാണമ്മേ. എന്തിനാ മോളെ അവരിതൊക്കെ ചെയ്യുന്നത്? എന്ത് കാര്യത്തിനാ അവരിങ്ങനെ വിഷ്ണുവിനെ ദ്രോഹിക്കുന്നത്? ഉത്തരം സിമ്പിൾ അല്ലേ അമ്മേ? അമ്മയിലൂടെ അമ്മ കൊടുക്കുന്ന ഭക്ഷണത്തിലൂടെ വിഷ്ണുവേട്ടൻ മരണപ്പെട്ട അവരവരുടെ രണ്ട് ശത്രുക്കളുടെ പതനമാ കാണുന്നത്. ഒന്ന് വിഷ്ണുവേട്ടൻ, പിന്നെ ഞാൻ. ഈശ്വര, ഇതറിയുമ്പോ സത്യാമ്മ വെറുതെ ഇരിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? അങ്ങനെ ചെയ്തവർക്കും ചെയ്യിച്ചവർക്കും ഒരുപാട് പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു. ദയവായിട്ട് അമ്മേ എന്നെ ആ സമയത്ത് അവിടെ എത്തിച്ചത്.